BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കെ സുധാകരന്റെ തൂഫാൻ വാരിയർ കൊലപാതക ശ്രമത്തിന് പിടിയിൽ. ബാറിൽ മദ്യപിച്ച് സംഘർഷമുണ്ടാക്കിയ യുവാവിനെതിരെ നടത്തിയത് ക്രൂരാക്രമണം. കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെ തൂഫാൻ വാരിയർ കൊലപാതക ശ്രമത്തിന് പിടിയിലായത് കൊച്ചങ്ങാടി സ്വദേശി ഷിബു എന്ന മുഹമ്മദ് റിസ. മട്ടാഞ്ചേരി ബാറിൽ ഇന്നലെയാണ് യുവാവിനെ ഷിബു ക്രൂരമായി ആക്രമിച്ചത്. അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. കെ സുധാകരൻ പങ്കെടുത്ത ഗുണ്ടകളുടെ യോഗത്തിൽ ഷിബുവും പങ്കെടുത്തിരുന്നു. തെളിവായി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഗുണ്ടകളെ സംഘടിപ്പിച്ചത് ലഹരി മാഫിയയെ നേരിടാനെന്ന പേരിൽ. യോഗത്തിൽ പങ്കെടുത്തതിലേറെയും ക്രിമിനലുകളായിരുന്നു. CJP പ്രതിഷേധം. സോനം വാങ്ചുക്കിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു. CJP പ്രതിഷേധം. സോനം വാങ്ചുക്കിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു. പഞ്ചസാരയുടെ അളവ് 66 കുറഞ്ഞത്. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം ഇന്ന് 3ാം ദിവസത്തിലെത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CJP കഴിഞ്ഞ 11 ദിവസമായി ജന്തർ മന്ദിറിൽ സമരം തുടരുകയാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ള. ചമ്പത് റായുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ക്രമക്കേടിൽ തനിക്ക് പങ്കില്ലെന്ന് ചമ്പത് റായ് മൊഴി നൽകി. ക്രമക്കേട് അറിഞ്ഞ ഉടൻ താൻ അന്വേഷണം നടത്തിയിരുന്നുവെന്നാണ് മൊഴി. പോലീസിൽ പരാതി നൽകുവാൻ വൈകിയത് തെറ്റായിപ്പോയി എന്നും ചമ്പത് റായ് മൊഴി നൽകിയതായി വിവരം. നാട്ടിൽ ലഹരിക്കെതിരെ പോരാട്ടം. വീട്ടിൽ MDMA കച്ചവടം. ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് MDMA കേസിൽ പിടിയിൽ. പത്തനംതിട്ടയിൽ ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് MDMA കേസിൽ പിടിയിൽ. എഴുമറ്റൂർ സ്വദേശി ഷർഫിൻ സെബാസ്റ്റ്യനാണ് പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായായിരുന്നു പരിശോധന. ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ഇൻ നാഷൻ എന്നാണ് സംഘടനയുടെ പേര്. UAEയുടെ സ്വപ്ന പദ്ധതി ഇത്തിഹാദ് റെയിൽ സർവീസ് ആരംഭിച്ചു. UAEയുടെ സ്വപ്ന പദ്ധതിയായ ഇത്തിഹാദ് റെയിൽ സർവീസ് ആരംഭിച്ചു. അബുദാബി ഫുജൈറ റൂട്ടിലാണ് ആദ്യഘട്ടത്തിൽ സർവീസ്. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ആദ്യ യാത്രയുടെ ഭാഗമായി. രാവിലെ 5:21 ഫുജൈറയിൽ നിന്നും അബുദാബിയിലേക്കായിരുന്നു ആദ്യ ട്രെയിൻ. 1 മണിക്കൂർ 50 മിനിറ്റ് എടുത്ത് ട്രെയിൻ ഫുജൈറയിൽ എത്തി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. സുഗതനെതിരെയുള്ള കേസുകൾ പോലീസിന്റെ വ്യാജ സൃഷ്ടി. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനം ഇല്ല. വി മുരളീധരൻ. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനം ഇല്ലെന്ന് വി മുരളീധരൻ MLA. BJP ഭരിക്കുന്നതിന്റെ അസഹിഷ്ണുതയാണ് CPIM-നും കോൺഗ്രസിനും. സുഗതനെതിരെ കാപ്പ കേസ് ഉയർത്തിയതിനെ BJP ചോദ്യം ചെയ്യും. സുഗതനെതിരെയുള്ള കേസുകൾ പോലീസിന്റെ വ്യാജ സൃഷ്ടി. രാഷ്ട്രീയ എതിരാളികളെ ക്രിമിനൽ കേസിൽപ്പെടുത്തി ജയിലിലിടുക എന്നുള്ളത് CPIM സമീപനം. ജനങ്ങൾ തിരഞ്ഞെടുത്ത കൌൺസിലറാണ് സുഗതനെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖംമൂടി ധരിച്ച് മോഷണം. 5 ലക്ഷം രൂപയുടെ 40 മൊബൈൽ ഫോണുകൾ കവർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖംമൂടി ധരിച്ച് മോഷണം. 5 ലക്ഷം രൂപ വില മതിക്കുന്ന മൊബൈൽ ഫോണുകൾ കവർന്നു. രാജസ്ഥാനിലെ ഭീൽവാഡ ജില്ലയിൽ കഴിഞ്ഞ രാത്രിയാണ് കവർച്ച നടന്നത്. കരേഡ പട്ടണത്തിലെ ഒരു മൊബൈൽ കടയുടെ ഷട്ടർ കുത്തിത്തുറന്ന് 40 മൊബൈൽ ഫോണുകളാണ് മോഷ്ടാക്കൾ കവർന്നത്. മോഷ്ടാക്കളിൽ ഒരാൾ നരേന്ദ്രമോദിയുടെ മുഖംമൂടി ധരിച്ചിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.